ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ആരാധന എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആരാധന സൃഷ്ടാവിനെയാണ് ആരാധിക്കുന്നത്. സൃഷ്ടാവ് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. പ്രാർത്ഥനയിൽ ആരാധനയുടെ വില നാം മനസ്സിലാക്കണം. ഹന്നയുടെ ജീവിതത്തിൽ ഒരു പുരുഷ പ്രജയ്ക്കായി ദൈവസന്നിധിയിൽ ഹൃദയം പകരുകയായിരുന്നു. അവളുടെ വായിൽ നിന്ന് വാക്കുകൾ പുറത്തു വന്നില്ല, ഹൃദയം പകർന്നുകൊണ്ടേയിരുന്നു. ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അതിരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. യഹോവ അവളുടെ പ്രാർത്ഥന കേട്ടു, ഒരു പുരുഷ പ്രജയെ നൽകി. അവൾ പറഞ്ഞതുപോലെ തൻ്റെ കുഞ്ഞിനെ തിരികെ നൽകാനായി ദൈവാലയത്തിൽ ചെന്നിട്ട് ആരാധിക്കുന്നവളായി മാറി. വായ് തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. രക്ഷയിൽ സന്തോഷിക്കുന്ന ഹന്ന, ദൈവത്തെ പരിശുദ്ധനായി കാണുന്ന ഹന്ന, ദൈവത്തെ പോലെ ഒരു പാറയുമില്ല എന്ന് കണ്ട ഹന്ന ആരാധിച്ച് മടങ്ങിപ്പോയി. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മറിയ ദൈവത്തെ ആരാധിക്കുന്നതായി കാണുന്നു. ലൂക്കോസ് 1:46 മുതൽ 55 വരെ നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. സംഗീതം 34:1-2. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കുന്നു. സ്തുതിയും സ്തോത്രവും ഒന്നിച്ചുയരുന്നതാണ് ആരാധന. ദേഹം, ദേഹി, ആത്മാവ് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വാന്തരമേ യഹോവയെ വാഴ്ത്തുക. അതാണ് ആരാധന. വെളിപ്പാട് 4:5 സ്വർഗത്തിലെ ആരാധന കാണുന്നു. ദൈവമഹത്വം ദർശിച്ചപ്പോൾ അവർ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവ്വശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് മുമ്പിൽ വീണു, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. സ്വർഗത്തിലെ വേറൊരു ദൃശ്യമാണ് 5-ാം അധ്യായത്തിൽ നാം കാണുന്നത്. കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കാഴ്ച. അവന് വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തർ വീണയും വിശുദ്ധ നഗരം വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂവർഗം നിറഞ്ഞ പൊൻകലശം പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവൻ്റെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൽ ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000, 10,000, 1000, 1000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. 4 ജീവികൾ ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. സ്വർഗത്തിലെ ആരാധനയുടെ ഒരു ദൃശ്യമാണ് നാം കണ്ടത്. വീണ്ടെടുക്കപ്പെട്ടവരായ നാം ഈ ദൃശ്യം മനസ്സിൽ വെച്ച് വീണ്ടെടുത്തവനെയും പിതാവായ ദൈവത്തെയും എത്രമാത്രം ആരാധിക്കണം എന്ന് ഓർത്ത് ആരാധിക്കാം. സകല സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും എല്ലാം സ്തോത്രം അവന് അർപ്പിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.